പലരും യാത്രകൾ പോകുന്നത് പല ലക്ഷ്യങ്ങൾക്കായിരിക്കും. ചിലർ നാട് കാണാൻ, ചിലർ കാട് കാണാൻ, ചിലർ എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യും. ചില യാത്രകളുണ്ട് കുറച്ചു കാലങ്ങളായി നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി പോകുന്ന യാത്ര. അത്തരമൊരു യാത്രയായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് പോയത്. സൗദിയിൽ നിന്ന് റോഡ് മാർഗം മരുഭൂമി താണ്ടി സൗദിയുടെ സെൽവ ബോർഡറും ഖത്തറിന്റെ അബൂ സമറ ബോർഡറും കടന്ന് ദോഹയിലേക്ക് മനോഹരമായൊരു യാത്ര. കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു വേണം സെൽവ ബോർഡറിലെത്താൻ. വഴിയിൽ ഒട്ടകക്കൂട്ടങ്ങളുമായി പോകുന്ന ഇടയന്മാരെ കാണാം, മണൽ കുന്നുകൾ കാണാം. ഖത്തറിലേക്ക് കടക്കാൻ ഫ്രീയായി ഹയ്യ വിസ എടുക്കാം. ഞാൻ സെൽവ കടന്ന് അബൂ സമറയിലെത്തി. അവിടെ നിന്ന് 1 മണിക്കൂർ ദോഹയിലേക്ക്. ഖത്തർ ആതിഥ്യമരുളിയ വേൾഡ് കപ്പിന്റെ സ്മരണകളും സ്മാരകങ്ങളും കണ്ട് ആസ്പയർ ടവറിന്റെ മുമ്പിലെത്തി. റമദാൻ 30 ആയിരുന്നു, അവസാന നോമ്പുതുറ ഖത്തറിൽ വെച്ച്. വിഭവങ്ങളുമായി അവർ വന്നു, നമ്മുടെ ചങ്കുകൾ. ഇനി പ്ലാനിംഗ് ആണ്. 4-5 ദിവസം കൊണ്ട് കറങ്ങി തീർക്കേണ്ട സ്ഥലങ്ങൾ. പ്ലാനിംഗ് എവിടെയും എത്തിയില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, വണ്ടിയെടുത്ത് പുറത്തിറങ്ങുന്നു, അപ്പോൾ തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ ആക്കി തൽക്കാലം പ്ലാൻ. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് വില്ലാജിയോ മാൾ. മനോഹരമായ ആസ്പയർ സോണിൽ പണിതുയർത്തിയ 200ഓളം ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു വലിയ മാൾ. അതിന് നടുവിലായി അതിമനോഹരമായി സംവിധാനിച്ച ഇൻഡോർ കനാൽ. ആ ഭംഗികൾ ആസ്വദിച്ച് ഞങ്ങൾ നടന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ചില സുഹൃത്തുക്കളുണ്ട്. അവരെ കണ്ട് ഒരുപാട് നേരം കുശലങ്ങൾ പറഞ്ഞ് അവർ സ്നേഹത്തോടെ വിളമ്പിത്തന്ന ഭക്ഷണം കഴിച്ച് കോളേജിന്റെ മുറ്റത്തുകൂടെ ഞങ്ങൾ നടന്നു. മനോഹരമായ ക്യാമ്പസ്, കാലിഗ്രഫി കൊണ്ട് അലങ്കരിച്ച ചുമരുകൾ, ഈന്തപ്പനകൾ തണൽ വിരിച്ചു നിൽക്കുന്ന നിശബ്ദമായ പരിസരം, എല്ലാം കൺകുളിർക്ക കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ.